ഹലോ ഫെലോസ്, വി ആർ മാർക്കസ് ഓൺ ദ റോഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് ചെയ്തു സംതിങ് സ്പെഷ്യൽ ആണ്. നമ്മൾ എങ്ങോട്ടും പോവല്ല. മെയിൻലി ബിക്കോസ് നമുക്ക് ഇന്നീ ദിവസം ഇതിനു വേണ്ടി വെറുതായിട്ട് യൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂർ ഇപ്പൊ അത്യാവശ്യം നല്ല തണുപ്പായി. സോ എങ്ങോട്ടെങ്കിലും പ്ലാൻ ചെയ്ത് ഇറങ്ങാനും മടിയും കാലാവസ്ഥയും രണ്ടും സമ്മതിക്കുന്നില്ല. സോ ഇതിപ്പോ ഓൾറെഡി December 1st ആയതുകൊണ്ട് വി ഡിസൈഡഡ് ഓക്കെ വി വിൽ ഇൻവൈറ്റ് ക്രിസ്മസ് ടു അവർ ഹോംസ്. അപ്പൊ നമ്മള് വീട്ടിൽ എങ്ങനെയാണ് ക്രിസ്മസ് ഡെക്കോർ ചെയ്യണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ നമുക്കത് കാണാം. അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് ഡെക്കറേഷൻസ് വീട്ടിൽ ചെയ്തു. ഇനി കുറച്ചും കൂടി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് ഈ വീഡിയോന് ശേഷം. പക്ഷെ ഇപ്പൊ ചെയ്തിട്ടുള്ള കുറച്ച് ഫ്യൂ ഡെക്കറേഷൻസിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ആദ്യം കൊണ്ടുവരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു ക്രീം കർട്ടൻസ് ആയിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഗ്രീൻ ആയിട്ട് സെലക്ട് ചെയ്തു. ഇനി ഇതിന്റെ മുകളിൽ മോർണിംഗ് ആണെങ്കിൽ ഞാൻ ഈ ബോ കൂടെ ടൈ ചെയ്യും. ഇത് ടൈ ചെയ്യാൻ പറ്റുന്ന കർട്ടനുള്ള ബോ തന്നെയാണ്. അതും കൂടെ ആകുമ്പോൾ ഒരു ക്രിസ്മസി ലുക്കായില്ലേ. അതാണ് എന്റെ പ്ലാൻ. നിങ്ങൾക്ക് വേറെ തോന്നുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ റെയിൻഡിയർ ഒക്കെ വന്നു, സ്റ്റാർസ് വന്നു. പിന്നെ ഞാൻ കുറച്ച് ക്രിസ്മസി ആയിട്ടുള്ള കുഷ്യൻസ് മേടിച്ചു. എന്റെ 3 കുഷ്യൻസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ 2 അതിന്റെ ഇടയിൽ ഒരെണ്ണം വേറെ കളറുമായിട്ടാണ് പെയർ ചെയ്യാറ്. അടുത്ത് ട്രീ വെക്കാനുള്ള ഉദ്യമത്തിലേക്കാണ്. ചെറിയ ട്രീ ആണ് നമ്മുടെ കയ്യിൽ കൊച്ചു വലിയ ട്രീ ആണ്. ചെറുപ്പം തൊട്ടേയുള്ള കുഞ്ഞിനെ തൊട്ട് വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എടുത്തു വെക്കണം. എന്നാലാണ് അടുത്ത ക്രിസ്മസിന് അതിന്റേതായ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മള് ഇതൊന്നും പുൽക്കൂടൊന്നും സെറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ വെറൈറ്റി സാധനം ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പോ അത് ശരിയാക്കണ ആളെന്നെയാണ് ഇപ്പൊ കാണുന്നത്. ഇത് എളുപ്പമാണ്. ഇത് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒറ്റ പീസ് തന്നെയുള്ളൂ. അത് ജസ്റ്റ് എക്സ്റ്റെൻഡ് റെഡിയാക്കുക, വെക്കുക, അത്ര തന്നെയുള്ളൂ. എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ഒരു കൊല്ലത്ത് പൊടി അത് തുറക്കുമ്പോഴുണ്ട്. വലിയ ട്രീ ആണ് നിങ്ങളിലുള്ളതെങ്കിൽ ഐ വുഡ് പ്രിഫർ നിങ്ങൾ വേക്കം മറ്റും ചെയ്തിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. എന്റേത് ഇപ്പൊ ഞാൻ 2 തവണ കൊട്ടിയാൽ തന്നെ പൊടിയെല്ലാം കൊഴിഞ്ഞ് താഴെ വീണോളും. അത്രേ ഉള്ളൂ. വലിയ നാട്ടില് നമ്മുടെ ഉള്ളത് വലിയ ട്രീ ആണ്. അതിന് നമ്മൾ അത്യാവശ്യം മെനക്കെടണം. ഇതാവുമ്പോൾ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ട്രീ തന്നെ എടുക്കാനുള്ള കാരണം. ട്രീ വെക്കുന്നതിന്റെ സ്റ്റാൻഡും കൂടി സെറ്റ് ആയിരിക്കുകയാണ്. അത് നമ്മൾ ട്രീ ആദ്യം ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് അത് പൊസിഷൻ ചെയ്യാം. അത് മേലെ ഒന്ന് കറക്റ്റ് ആക്കുക. മേലെ സ്ട്രെയിറ്റ് അല്ല ഓക്കെ. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് അവരുടെ കൂടെ ഒരു കവറിലേക്കുള്ള സാധനങ്ങളെ ക്രിസ്മസിന്റെ ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്രിസ്മസിനും കുറച്ച് സാധനങ്ങൾ മേടിക്കും. അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ തന്നെ ഉണ്ടാവും. ഇതും ഓരോ ക്രിസ്മസ് ആയിട്ട് മേടിച്ചു വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഓരോ കൊല്ലത്തെയും ആ കവർ തുറക്കുമ്പോ കഴിഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ നമ്മൾ മറക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ അതൊക്കെ വീണ്ടും കാണുന്നതും അതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ. ക്രിസ്മസ് എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ള ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ സീസൺ ആണ്, വളരെ സ്പെഷ്യൽ മന്ത് ആണ്. സോ ഞാൻ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ കുറെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട ഫെജിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഫെജിയുടെ പ്രൊമോഷൻ ഒന്നും കേട്ടോ, അവർക്ക് എന്നെ അറിയാൻ പോലുമില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, കുറെ സാധനങ്ങൾ ഫെജിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കുറച്ച് സാധനങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ 1000 ക്രിസ്മസ് ഡെക്കറേഷൻസ് തുടങ്ങുന്നത് വീടിന്റെ പുറത്തുനിന്ന് വേണ്ടേ. അപ്പൊ നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ വാടകയ്ക്കാണ് നിൽക്കണമെങ്കിൽ നമുക്ക് 5ഉം 4ഉം ആണ് ഇടിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒട്ടിപ്പോ സ്റ്റിക്കേഴ്സ് ആണ്, പക്ഷെ നല്ല ബലമാണ്, നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ പേർപ്പസിന് ഇതിന്റെ പുറത്ത് സ്ക്രൂ എടുക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ സ്ക്രൂ ഉണ്ട് വിച്ച് വി ക്യാൻ ലൂസ് ആൻഡ് ടൈറ്റ്. അപ്പൊ നമ്മുടെ പേർപ്പസ് എന്തായാലും നടക്കും. നമുക്ക് വാൾ ഹാങ്ങിങ്സ്, പിക്ചേഴ്സ്, ക്ലോക്സ്, ഇതിനെല്ലാത്തിനും പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ആമസോൺ പർച്ചേസ് ആണ്. അപ്പൊ നമ്മുടെ റീത്തിനെ ഞാത്തിയിട്ടിരിക്കുകയാണ്. ക്രിസ്മസ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ. അതെ, റീത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ശരിക്കുള്ള റീത്ത് അല്ല. ശരിക്കും നമ്മുടെ ഇംഗ്ലീഷുകാർ ചെയ്യുന്നത് റൗണ്ട് റീത്താണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പക്ഷെ ഞാൻ എല്ലാത്തിനും കുറച്ച് യുണീക്കായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത് കണ്ടപ്പോ ഈ ഡോറിന്റെ കളറുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് പോവുകയും ചെയ്യും. അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് എടുത്ത് നിൽക്കും. അപ്പൊ ഞാൻ കരുതി ഇതാണ് നമ്മുടെ വീടിന്റെ റീത്ത്. റീത്ത് എന്ന് പറയുന്നതിന് പല കോൺസെപ്റ്റ്സ് ഉണ്ട്. ക്രൈസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുണ്ട്, ഇറ്റേണിറ്റി കൺസിഡർ ചെയ്യുന്നവരുണ്ട്, ലൈഫ് പ്രോസ്പെരിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഒരു പീസ് ഓഫ് ഡെക്കറേഷൻ വിച്ച് ബ്രിങ്സ് ദ ഹോപ്പ് ഓഫ് ക്രിസ്മസ് ഡ്യൂറിംഗ് ഡിസംബർ. ഹാപ്പിനെസ്.
ഇതിന്റെ മേലെ നിങ്ങൾക്ക് കാണാം 2A എഴുതിയിട്ട് ഒരാളുടെ ഡെക്കറേഷൻ വർക്കാണ്. അതിനോട് സ്മൈലീസ് ഒക്കെ ഉണ്ടോ? ഒരാൾ ഇവിടെ വന്ന് മാറിയപ്പോ ഫസ്റ്റ് ചെയ്ത പരിപാടിയാ. നേരത്തെ പറഞ്ഞില്ലേ നമ്മള് കർട്ടന്റെ മേലെ ഒരു പിൻ ചെയ്യാനുള്ള സാധനം വെക്കുന്നത്. അതിങ്ങനെയാണ് വെക്കുക. ജസ്റ്റ് സിമ്പിളാണ്. വെറുതെ ജസ്റ്റ് ഒരു ഇതായിരുന്നു. അത് ജസ്റ്റ് തിരിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാവുക അതിന്റെ ലുക്ക്. ഇങ്ങനെയാ വരിക. നല്ല ഒരു രസമുള്ളതാണ് ലുക്കാണ്. അപ്പൊ നമ്മൾ യൂഷ്വലി വീട്ടിൽ വെക്കുന്ന ഷോ പീസുകളെ ക്രിസ്മസ് ആകുമ്പോൾ ഒന്ന് മാറ്റി റീഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിരം മടുപ്പ് മാറാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ എനിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് പോട്ട്പുട്ടൂരി, പിന്നെ ഒരു മണി പ്ലാന്റ്, ഞങ്ങളുടെ ഒരു ഫോട്ടോ, അതൊക്കെയാണ്. ആ ഭാഗത്തിൽ ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് കുറച്ച് ക്രിസ്മസി ടച്ച് കൊണ്ടുവരാന്ന് കരുതി. അപ്പൊ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഡെസ്ക് എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ പുൽക്കൂടില്ല എന്ന് പറഞ്ഞ പല വിദ്വാൻമാർക്കുമായിട്ട് ഞങ്ങളുടെ പുൽക്കൂട്, ഞങ്ങൾ അങ്ങനെ യേശുപ്പനെ അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക അങ്ങനത്തെ കളികളൊന്നുമില്ല. നമുക്ക് പുള്ളിക്കാരൻ ഡിസംബർ 1 തൊട്ട് നമ്മുടെ വീട്ടിലുണ്ട്. അടിപൊളിയാണ്. അല്ലെ, ഒരു ലുക്ക് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് നല്ലൊരു ലുക്കുള്ള ഒരു ഇതാണ്. പിന്നെ ബെത്ലഹേമിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വേണ്ടേ? നിക്കൂട്ടോ, തന്നെ നിക്കും. നിങ്ങൾ കുറച്ച് മുട കാണിച്ചാലും തന്നെ നിക്കും. പിന്നെ ഇത് വന്നിട്ട് എന്റെ സ്വന്തം ക്രിയേഷൻ ആണ്. അതിന്റെ വൃത്തികേട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ? നോബഡി കെയർസ്. അപ്പൊ ഈ ക്രിയേഷനകത്ത് നമുക്ക് എന്തൊക്കെ ഫില്ല് ചെയ്യാം. അഗൈൻ എന്റെ കുറച്ച് കാൻഡിൽസ് ഉണ്ട്, കുറച്ച് പോട്ട്പുട്ടൂരി ഇടാം. ആ ക്യാൻഡിൽസിനെ അതിൽ നിർത്താം. അപ്പൊ വീണ്ടും ഒരു ക്രിസ്മസ് ഫീലിംഗ് ആയി. പിന്നെ ക്രിസ്മസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞു 3 മരങ്ങളെ വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ മരി ക്രിസ്മസ്. അത് കുറച്ച് സെന്റഡ് ആണ്. അത് കുറച്ച് സ്മെല്ലും നല്ല സ്മെല്ലാവും റൂം ഫുള്ള്. അപ്പൊ അതും ഒരു ക്രിസ്മസിന് ഒരു ഇതാണ്. അതിനുള്ള എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ. നമുക്ക് നോക്കാം. ഒരു ക്യാൻഡിലാണെങ്കിലും ഭംഗിയാണ്. പക്ഷെ എന്റെ കയ്യിൽ ടോട്ടൽ 3 ക്യാൻഡിൽസ് ഉണ്ട്. എനിക്കതിന് 3നും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കുത്തി കയറ്റണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. നല്ല സ്മെല്ലായി റൂം ഫുള്ള്. നല്ല സ്മെല്ലായി. ഒരുപാട് ദിവസം നിൽക്കില്ല, കാരണം ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട്. എന്നാലും ആ ലുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇപ്പൊ ഈ സ്പേസിനെ കാണാൻ ഒരു ക്യൂട്ട്നെസ് ആയില്ലേ? ഇതാണ് നമ്മൾ ചെയ്ത് വന്നപ്പോ തന്നെ ഇവിടേക്ക് ബാംഗ്ലൂർക്ക് മാറിയപ്പോ നമ്മൾ ചെയ്ത ഒരു ഇതാണ്. എവരി ഫാമിലി ഹാസ് സ്റ്റോറി. വെൽക്കം ടു അവേഴ്സ് എലേറ. നമ്മുടെ വീടിന്റെ പേര് എലേറ എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എലേറ മീൻസ് ഫ്രീഡം. അപ്പൊ ഞാൻ ട്രീനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇവിടെ ആയിട്ടാണ്. സോ എനിക്ക് ബോത്ത് കിച്ചണിൽ നിന്നും കാണാം, ഹാളിൽ നിന്നും കാണാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പൊ ട്രീയുടെ സെറ്റിങ്ങിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഈ സ്പേസിനെ നമുക്കൊന്ന് റീഡെക്കറേറ്റ് ചെയ്യാം എന്ന് തോന്നി. ഇവിടെ നമ്മൾ യൂഷ്വലി ഇരിക്കുന്ന ക്യാൻഡിൽസിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ക്രിസ്മസി ക്യാൻഡിൽസിനെ കൊണ്ടുവരികയാണ്. അഗൈൻ ഈ ക്യാൻഡിൽസ് എന്തായാലും കത്തിക്കാൻ പോകുന്നതല്ല. പിന്നെ നമ്മുടെ ഒരു സാന്റാക്ലോസിന്റെ ഹൗസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് ജനുവരി 1 ആയിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും റീഡെക്കറേഷൻ ഹാപ്പൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആ സ്പേസിനും ഒരു ക്രിസ്മസി ഫീലിംഗ് വന്നു. പിന്നെ നമ്മള് ടേബിളില് എനിക്കിങ്ങനെ ഒരു മാറ്റിന്റെ മുകളില് എനിക്കൊരു ഫ്ലവർ പോട്ടാണുള്ളത്. ബട്ട് അഡീഷണലി ഐ ആഡ് കാൻഡിൽ സ്റ്റാൻഡ്. അതിൽ അഗൈൻ ഒരു റെഡ് കാൻഡിൽ വെക്കുന്നത് ഡിനോട്ട്സ് ക്രിസ്മസ് എന്നാണ് അഗൈൻ. പിന്നെ ഇതിനകത്തും ഞാൻ കുറച്ച് സാധനങ്ങൾ മാറ്റും. പക്ഷെ അതിന്റെ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടില്ല. അത് ഞാൻ മേടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ക്രിസ്മസിനും ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ ക്രിസ്മസിന് അതിനുള്ളതായിരിക്കും. അത് ഒരുപക്ഷെ വരും വീഡിയോയിൽ ഞാൻ കാണിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ട്രീ സെറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൈറ്റ് ആണോ അതിലേക്ക് കയറ്റാൻ പോകുന്നത് അതിനെ കെട്ടി തീർക്കുക. ആദ്യം ലൈറ്റ് ഇട്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ സാധനങ്ങൾ ഇടുമ്പോൾ സാധനങ്ങൾ ഇട്ടതിന് ശേഷമാണ് ലൈറ്റ് ഇടുന്നതെങ്കിൽ ഓരോ സാധനമായിട്ട് കൊഴിഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഈസി ജോബ്. നമ്മളെപ്പോഴും ലൈറ്റ് ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്ട്രിംഗ് ലൈറ്റ്സും ആമസോൺ ആണ്. ഇത് നമ്മുടെ USB പിന്നാണ്. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൊടുത്താൽ മതി.
ഈ കൊല്ലം ഇത് കത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ ഇതിന്റെ കെട്ടി അതെ, നിൽക്കുന്നത്. അന്ന് മുന്നത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് മേലെ കയറ്റി വെച്ചതാണ്. കത്തണം എന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് എടുത്തു വെക്കുന്നതുകൊണ്ട് കത്തുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ കത്തൊന്ന് നോക്കിയിട്ട് കെട്ടി നിർത്താ പോരെ. അതിലൊരു രസമില്ല. നമുക്ക് ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴും അത് കത്തും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ്. അതാണ് ഹോപ്പ്. സുഹൃത്തുക്കളെ, നമ്മളിത് കൊടുത്തിട്ട് കത്തിച്ചു നോക്കാൻ പോവാണ്. ഫിംഗേഴ്സ് ക്രോസ്. അപ്പൊ നമുക്ക് തോന്നും ബാക്കി എല്ലായിടത്തും ബോംബിലേക്കാണല്ലോ ഞാൻ പ്രിഫർ ചെയ്തത്. ബിക്കോസ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജിങ്കലാല ലൈറ്റ്സ് വരാന് എന്ത് ക്രിസ്മസ്. സോ നമ്മുടെ ട്രീ ഭയങ്കര ക്യൂട്ട് ആൻഡ് കുഞ്ഞനായതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷനും വളരെ ഈസി ടാസ്ക് ആണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു, ലൈറ്റ്സ് മുകൾ തൊട്ട് അടി വരെ എല്ലാ ഭാഗത്തും എത്തണം. ഞാൻ സ്പൈറൽസ് ആയിട്ടാണ് പ്രിഫർ ചെയ്യാറ്. ഓരോരുത്തർക്കും പല പല രീതികളായിരിക്കും. വലിയ ട്രീ ഒക്കെ ആണെങ്കിൽ നമ്മൾ വലിയ മലബൾബ് മേടിച്ച് മേലേന്ന് ഒറ്റയടിക്ക് ഇറക്കണതും അതൊക്കെ ഒരു രസമാണ്. നാട്ടില് നമ്മുടെ വലിയ ട്രീ ആണ്, അത് നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചധികം മെനക്കെടണം. ഇതാ ചെറുതായ കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പരിപാടികൾ കഴിയും. എന്നാലും അത് വൃത്തിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ഇപ്പോ ഇത് ഏകദേശം എത്തി. അപ്പൊ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ മുകളിലെ സ്റ്റാർ വെച്ചിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് ഈ ട്രീയുടെ അറ്റൊന്ന് വളച്ചു കൊടുക്കുക, അപ്പൊ ഈ സ്റ്റാറിലിരിക്കും. പിന്നെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വളയ്ക്കുവാണെങ്കിൽ ആ സ്റ്റാർ അങ്ങനെ വളച്ചിട്ടാണ് ഇരിക്കുന്നത് മനസ്സിലാവില്ല. സ്റ്റാർ അവിടെ സുന്ദരം കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ കാറ്റൊന്നും അടിക്കില്ലല്ലോ, വീടിനകത്താണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് സൂം ചെയ്യേണ്ട, പൊട്ടിയിട്ടുണ്ട് ഞങ്ങള്. പിന്നെ ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എനിക്കുള്ളൊരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കളറിന്റെ കോമ്പിനേഷൻ ഉള്ള പ്രൊഡക്ട്സ് കൊണ്ട് മാത്രം ഡെക്കറേറ്റ് ചെയ്യാനായിരുന്നു. ആദ്യത്തെ തവണ ഞങ്ങൾ ഈ ട്രീ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ഗോൾഡൻ മാത്രമായിരുന്നു കളറ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതിനെ ഗോൾഡനും റെഡും ഹാരി പോട്ടറും യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അതേ തീം തന്നെയാണ് ഇക്കൊല്ലം ചെയ്യുന്നത്. അത് പ്രൊഡക്ട്സ് ഒട്ടും മോശമായിട്ടില്ല, അതുകൊണ്ട് അത് തന്നെ ഫോളോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ആദ്യത്തെ ബെൽ ഞാത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതാ എന്ന് പറയുന്ന നേരം കൊണ്ട് ട്രീ മൊത്തം ഡെക്കറേഷൻ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഹാരി പോട്ടർ ഫാൻ ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു നിക്നാക്സ് കിൻഡർ ജോയ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്, കിട്ടിയിരുന്നു. അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ട്രീയുമായിട്ട് ബന്ധണ്ടായിട്ടല്ല, നമുക്ക് ഹാരി പോട്ടർ തീം ക്രിസ്മസ് ട്രീ ആണെന്നൊക്കെ പറയാം. ആരോട് പറയാനല്ലേ. അപ്പോ നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതില് ഹാരി പോട്ടറിന്റെ കുറച്ച് ആൾക്കാർ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്നേഹിപ്പിനെ കണ്ടിട്ട് ഗബ്രിയേൽ മാലാഖാന്ന് വിളിച്ച ആൾക്കാർ ഇവരോട് ഉണ്ട്. സ്നേഹിപ്പിനെ കണ്ടിട്ട് വിളിക്കുന്നത് നിൽക്കുന്ന പൊസിഷൻ കണ്ടോ, അത് ഗബ്രിയേൽ മാലാഖ പോലെ ഇല്ലേ. ആരെ പേരെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇപ്പൊ ഒരാള് സ്നേഹിപ്പിനെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി, അപ്പൊ ഞാൻ പറഞ്ഞു. പിന്നെ അതിനെന്തോ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഹാങ് ചെയ്തിടുമ്പോ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്, ചെരിഞ്ഞിട നിൽക്കുന്നത്. അത്രയും ഉള്ളൂ. ചെറിയൊരു ട്രീ ചെറിയ രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത്. മെയിനായിട്ട് ഗോൾഡും റെഡ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടല്ല, അത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ നമുക്ക് വരുന്നത് ഹാരി പോട്ടർ തീമാണ്. ഗബ്രിയേൽ മാലാഖ ശരിക്കുന്നില്ലേ? ഗബ്രിയേൽ മാലാഖ ശരിക്കുന്നു. സ്നേപ്പാണ് നമ്മുടെ ഗബ്രിയേൽ മാലാഖയായിട്ട് നമ്മുടെ ട്രീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗബ്രിയേൽ മാലാഖയാണ് നമ്മുടെ സ്നേപ്പ്. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. പലരുടെയും ചിന്തയാണ് കഴിഞ്ഞെന്നുള്ളത്. അതെ, അപ്പൊ നമ്മുടെ ഹാളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. അപ്പോ അത്രയേ ഉള്ളൂ. അപ്പോ like to show love, share to scare, and subscribe to be surprised. bye. Bye.